പിണറായിയുടെ സ്പോൺസർമാരുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തിന് കിട്ടി. CPM നേതാക്കൾ EP ജയരാജൻ തന്നെ സ്പോൺസർ ഉണ്ട് എന്ന് പറഞ്ഞതോടെ ഇക്കാര്യം ഏതാണ്ട് ഉറപ്പായി. എന്നാൽ അതിന് പിന്നാലെ നീങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. രാജ്യത്തിന് വേണ്ടപ്പെട്ട കോടീശ്വരന്മാരാണ് പിണറായിക്കും ഫണ്ട് ചെയ്യുന്നത് എന്ന് കേന്ദ്രത്തിന് അറിയാം. അതും ഒരിക്കലും നടക്കാത്ത കെ-റെയിൽ പദ്ധതിക്ക് വേണ്ടിയും. എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിലവിടുന്നത് എതിർ പാർട്ടികളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഗതികേട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യയിൽ രാജ്യം വിടണമെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന് പുറത്ത് CPM-ഉം കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ CPM-ന് വേണ്ടി മാത്രമല്ല കോൺഗ്രസിന് വേണ്ടിയും പ്രചാരണം നടത്തേണ്ടി വരും. ഇവിടെ നിരന്തരം കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും എതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒപ്പം കൈകോർത്ത് നിൽക്കാനുള്ള ജാള്യമാണ് തിടുക്കപ്പെട്ട നാടുവിടാൻ പിണറായിക്ക് പ്രേരണയായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ നിർണായക ശക്തിയാവും എന്നൊക്കെ അവകാശപ്പെടുന്ന CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് യുദ്ധമുനയിൽ എത്തി നിൽക്കുന്നത്. പാർട്ടി അണികളിൽ ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട്. അണികൾ ചർച്ച ചെയ്താൽ തനിക്ക് ചുണ്ണാമ്പെന്നാണ് പിണറായി പറയുന്നത്. CPM-ന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് CPM മത്സരിക്കുന്ന ഇടങ്ങളിലെങ്കിലും മുതിർന്ന PB അംഗമായി പിണറായി പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു ഇതര സംസ്ഥാന നേതൃത്വങ്ങൾ കരുതിയിരുന്നത്. കുറഞ്ഞപക്ഷം CPM രണ്ടിടത്ത് മത്സരിക്കുന്ന തമിഴ്നാട്ടിലെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു ജീവൻ മരണ പോരാട്ടത്തിനിടെ എല്ലാം തൂത്തെറിഞ്ഞ പിണറായി സകുടുംബ വിനോദയാത്രയ്ക്ക് പോയത് പലരെയും ഞെട്ടിച്ചു. ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം പ്രത്യേക വിശദീകരണമൊന്നും നൽകുന്നുമില്ല. മലയാളമല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ലാത്തതിനാൽ കേരളത്തിന് പുറത്ത് സാധാരണ മുഖ്യമന്ത്രി പ്രചാരണത്തിന് പോകാറില്ല എന്ന ഒഴുക്കൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ചില പാർട്ടി നേതാക്കൾ നൽകുന്നത്. ഗവർണറെ പോലും അറിയിക്കാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമകനുമൊപ്പം ദുബായിക്ക് പറഞ്ഞത്. UAE-യിലുള്ള മകനെയും കൂട്ടി ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമാണ് വിനോദയാത്ര നടത്തുക. മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും മകൾ വീണയും നേരത്തെ UAE-യിൽ എത്തിയിരുന്നു. അന്തം വിട്ടു നിൽക്കുകയാണ് CPM നേതൃത്വം. സീതാറാം യെച്ചൂരി പിണറായിയുടെ യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്ന പോലുമില്ല. പിണറായിയുടെ വിനോദയാത്ര തങ്ങളെ ബാധിക്കില്ല എന്ന വിശ്വാസത്തിലാണ് യെച്ചൂരി നീങ്ങുന്നത്. കേരളത്തിൽ രണ്ടാം ഊഴം ലഭിച്ചപ്പോഴാണ് പിണറായി വിജയന് ഒരാഗ്രഹം കൂടിയുണ്ടായത്, ഇന്ത്യ പ്രധാനമന്ത്രിയാവണം എന്ന്. ഇത് തള്ളാണെന്നും ഭോഷ്കാണെന്നും കരുതിയവരുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമാണിത്. ഇക്കാര്യം പിണറായി ക്യാബിനറ്റിലെ വിശ്വസ്തനായ മന്ത്രി അബ്ദുറഹ്മാനാണ് തുറന്നു പറഞ്ഞത്. രാജ്യത്ത് മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ളയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ പറയുന്നു. മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുണ്ടമ്പ്രയിൽ CPM നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം മുന്നണി രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. വരാൻ പോകുന്ന CPM പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച രേഖകൾ അവതരിപ്പിക്കുമെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു.